വെൽക്കം ബാക്ക് ടു SFABS. ഞാൻ എലിസ. ഇന്ന് നമ്മൾ വീണ്ടും റണ്ണിങ് ഫാബ്രിക്സിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് പുതിയ കളക്ഷൻസ് എത്തിയിട്ടില്ല. നമ്മൾ റീസ്റ്റോക്ഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത്. കുറച്ചുണ്ട് കേട്ടോ പുതിയത്, എന്നാലും കൂടുതലും റീസ്റ്റോക്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് ഡിമാൻഡിങ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ് നമ്മൾ കാണിക്കുന്നത് ഇന്ന്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പുതിയ കളക്ഷൻസ് നമുക്ക് അടുത്ത വീക്കിൽ വരുന്നുണ്ട്. റണ്ണിങ് ഫാബ്രിക്സിന്റെ ഒക്കെ കുറേ അധികം കളക്ഷൻസ് വരാനുണ്ട്. പിന്നെ ലാസ്റ്റ് വീക്കിൽ നമ്മൾ കാണിച്ചതിന്റെ ഇന്ന് 1-2 ഷെയ്ഡ്സ് ഉണ്ട്. അതിന്റെ റീസ്റ്റോക്ക് പൗഡർ ബ്ലൂവും ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട പൗഡർ ഗ്രീൻ അതിന്റെയൊക്കെ റീസ്റ്റോക്ക് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു 2 വീക്സിനുള്ളിൽ വരും കേട്ടോ. അപ്പോൾ അത് വെയിറ്റ് ചെയ്തിരിക്കുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കണ്ടു തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയണേ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഓൾമോസ്റ്റ് നമ്മുടെ റണ്ണിങ് മെറ്റീരിയൽസ് എല്ലാം നല്ല റെസ്പോൺസ് തന്നെയാണ്. പക്ഷെ കയ്യിൽ കിട്ടിയിട്ട് ഇത്രയധികം എന്താ ഭയങ്കര നന്നായിരിക്കുന്നു, സോ ഗുഡ് എന്ന് പറഞ്ഞപ്പോൾ അത്രയധികം കമന്റ് ഇട്ടിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഈ 2 മെറ്റീരിയൽസ്. മഷ്റൂം സിൽക്ക് ഫാബ്രിക്കിൽ ബാന്തിനി ഡിസൈൻ വരുന്ന ഒരു മെറ്റീരിയലാണിത്. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും ഷെയ്ഡ്സും കൂടെ 2-3 ഷെയ്ഡ്സും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ സെയിം ഫാബ്രിക്കിൽ തന്നെ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇന്ന് വന്നിരിക്കുന്നത്. ഞാനൊരു ഡിസൈനും കൂടെ എടുത്താണ്. ഇത് ബാന്തിനി ഡിസൈൻ തന്നെയാണ്, അതിലേക്ക് കുറച്ചും കൂടെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. ഇങ്ങനെയാണ് ഡിസൈൻ. ഇതിന്റെ കളറും നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കളറാണ്. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ആട്ടോ. ഈ ഒരു പിങ്ക് ബ്രൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുന്നവർ മാത്രം എടുക്കുക. ഇത് ബ്രൈറ്റ് തന്നെയാണ്, കറക്റ്റ് കളറാണ് വീഡിയോ കിട്ടുന്നത്. കറക്റ്റ് കളർ തന്നെയാണ്. ബ്രൈറ്റ് കളർ ഇഷ്ടമുള്ളവർ എടുക്കുക. നമ്മൾ കറക്റ്റ് കളറും ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ചെറിയ ഡിഫറൻസസ് ഒക്കെ നമുക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. അത് ഏത് മെറ്റീരിയൽ എടുത്താലും ചെറിയ ഡിഫറൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. ഈ ഓൺലൈനിൽ ഇപ്പം എൻ്റെന്നല്ല, ഏത് ഓൺലൈൻ ഇതെടുത്താലും ചെറിയൊരു കളർ ചേഞ്ച് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഇത് വരുന്ന നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റാണി പിങ്ക് ആണ്. ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞത് ഇത്രയും ഡാർക്ക് ഷെയ്ഡ്സ് യൂസ് ചെയ്ത് ഇത്രയും ബ്രൈറ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്നവർ മാത്രമാണ് എടുക്കാവുള്ളൂ എന്നാണ്. നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ് റാണി പിങ്ക്, ബ്രൈറ്റ് ആയിട്ടുള്ള റാണി പിങ്ക്. 495 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഇതിന്റെ ഡിസൈൻ വരുന്നത് അങ്ങനെയാണ്. ബാന്തിനി ഡിസൈൻ തന്നെയാണ്, മറ്റേതായിട്ട് സിമിലർ ആണ്. ചെറിയൊരു കുറച്ചും കൂടെ ഡിസൈനിന്റെ ഇത് കൂടി വരുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ വരുന്നു. അതിന്റെ നമ്മൾ 3 ഷെയ്ഡ്സ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് റാണി പിങ്ക്, സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് പാരറ്റ് ഗ്രീൻ ആണ്. നമ്മൾ ഇതിന്റെ ലാസ്റ്റ് വീക്കിലാണ് നമ്മൾ ഇത് റീസ്റ്റോക്ക് ഈ ഒരു ഷെയ്ഡ് നമ്മൾ ആഡ് ചെയ്തത് ഇതിന്റെ കൂട്ടത്തിൽ. അതിന്റെ ബാന്തിനി ഡിസൈൻ നമുക്കുണ്ട് കേട്ടോ. ഇത് വരുന്നത് ഡിസൈൻ നമ്പർ 2 ആണ്. അതിലേക്ക് ഇതാ പാരറ്റ് ഗ്രീൻ കളർ, നല്ല രസമുള്ള ഒരു പാരറ്റ് ഗ്രീൻ ആണ്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് റീസ്റ്റോക്ക്. കാരണം ഞാനും എടുത്തു കേട്ടോ അതിൽ നിന്ന്. എനിക്ക് പക്ഷെ തയ്ച്ച് കിട്ടിയില്ല. ഞാനും എടുത്തിട്ടുണ്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു ഈ കളറ്. നല്ല ഭംഗിയുള്ളൊരു പാരറ്റ് ഗ്രീൻ. ഡിസൈൻ ഡിഫറെൻറ്റ് വേണം എന്നുള്ളവർക്ക് ഇതാ വേറൊരു ഡിസൈനും കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് തേർഡ് കളർ വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് മസ്റ്റാർഡ് യെല്ലോ. നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ടോണാണ് വരുന്നത്. ഈ 3 ഷെയ്ഡ്സിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് സെയിം തന്നെയാണ്. 495 പെർ മീറ്റർ ആണ്. പ്യുവർ ആയിട്ടുള്ള മഷ്റൂം സിൽക്ക് ഫാബ്രിക് ആണ് വരുന്നത്. 44 ഇഞ്ചാണ് വിഡ്ത്. അടുത്ത വരുന്നത് റീസ്റ്റോക്ഡ് ആയിട്ട് ആണ് മഷ്റൂം സിൽക്കിൽ ബാന്തിനി ഡിസൈൻ വരുന്നത്. ഇത് വരുന്ന ഒരു നല്ലൊരു ബ്ലൂ, ഒരു ടീൽ ബ്ലൂ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ബ്ലൂ ആണ്. ഇങ്ങനെ വരുന്നു. ജസ്റ്റ് കാണിച്ച് പോയാൽ മതിയല്ലോ, നമ്മൾ എപ്പോഴും കാണിക്കുന്നതല്ലേ. നല്ലൊരു ടീൽ ബ്ലൂ മിക്സ് ആയിട്ടുള്ളൊരു ബ്ലൂ. നെക്സ്റ്റ് വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് പർപ്പിൾ ഷെയ്ഡ്. പുതുതായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത പിക്ചേഴ്സ് ഇതിങ്ങനെ തന്നെയാണ് കാണണമെങ്കിൽ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് ഒന്ന് നോക്കുക കേട്ടോ. സെക്കൻഡ് വൺ വരുന്നത് പർപ്പിൾ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളൊരു പർപ്പിള്. ഏറ്റവും കൂടുതൽ പോയേക്കുന്ന ഈ ഒരു ഷെയ്ഡാട്ടോ പർപ്പിള്.
ആൻഡ് ഈ മസ്റ്റാർഡ് യെല്ലോ ഓൾസോ. ആൻഡ് ഇത് വരുന്നത് മസ്റ്റാർഡ് യെല്ലോ. ഇതെല്ലാം നമ്മുടെ റീസ്റ്റോക്ഡ് ഐറ്റംസ് ആണ്. 495 per meter, 44 inch വിത്ത് വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ. ആൻഡ് ഇത് വരുന്നത് നല്ലൊരു ഗ്രേ കളറാണ്. ഗ്രേ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പെൻസിലും കൊണ്ട് ഇങ്ങനെ കുത്തി വരയ്ക്കുമ്പോൾ എന്നൊരു കളറില്ല, ആ ഒരു കളറാണ്. ഒരു ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുണ്ട്, ഒരു നേവി ബ്ലൂവിൻ്റെ ഡാർക്ക് ഒരു ബ്ലൂ, അതും ഗ്രേയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. നമ്മൾ അധികം കാണാത്ത ടൈപ്പ് ഒരു ഗ്രേ. 495 per meter ആണ് വരുന്നത്. ഇതൊക്കെ നമ്മുടെ പുതിയ ഷെയ്ഡ്സ് ആട്ടോ. ഇത് നമ്മുടെ പുതിയ ഷെയ്ഡാണ്. ആൻഡ് പാരറ്റ് ഗ്രീൻ, ബാന്തിനി ഡിസൈനിൽ വരുന്ന പാരറ്റ് ഗ്രീൻ ഇങ്ങനെ വരുന്നു. $495 per meter, 44 inches width. ആൻഡ് മെറൂൺ, റെഡിഷ് മെറൂൺ, നല്ലൊരു റെഡിഷ് മെറൂൺ ആണ്. അടുത്തത് 2 ഷെയ്ഡ് വരുന്നത് നമ്മൾ കാണിക്കാത്ത ഷെയ്ഡ്സ് ആണ് കേട്ടോ. ഇതൊരു കൗഡൻ ഗ്രീൻ ആണ്, എക്സാക്ട്ലി ഒരു കൗഡൻ ഗ്രീൻ. ഞാൻ ഇത്രയും കറക്റ്റായിട്ട് ഈ കൗഡൻ ഗ്രീൻ ഞാൻ കണ്ടിട്ടില്ല ഒരു ഡ്രസ്സിലും. കാര്യം നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ പറയുമെങ്കിലും കറക്റ്റ് അതിൻ്റെ കളറാട്ടോ. ഇത് നല്ല രസം. അതിനകത്തേക്ക് ആ മഷ്റൂം സിൽക്കിൻ്റെ ആ ഒരു ഗ്ലേസിങ്ങും കൂടെ കയറി വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കളറ്. വെറൈറ്റി ആയിട്ടുള്ളൊരു കളറാണ്. ഇങ്ങനെ വരുന്നു. ഇത് നമ്മുടെ പുതിയ ഷെയ്ഡാട്ടോ. 495 per meter വരുന്നു. അടുത്ത വരുന്നത് മജന്തയാണ്. നല്ലൊരു പിങ്ക് കൂടിയൊരു മജന്ത, നല്ലൊരു റാണി പിങ്കിൻ്റെ ഒക്കെ ഒരു കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളർ. ഇതാ, ഇതും പുതിയ ഷെയ്ഡാണ് നമ്മുടെ. നല്ലൊരു മജന്ത, നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. ബ്രൈറ്റും ആണ്, പക്ഷെ സട്ടിലും ആയിട്ട് നിൽക്കുന്ന എല്ലാവർക്കും ചേരുന്ന ടൈപ്പ് ഒരു കളറാണ്. എല്ലാ സ്കിൻ ടോൺസിനും ചേരും. 495 per meter, 44 inches width. അടുത്ത വരുന്നത് നമ്മുടെ എല്ലാ വീഡിയോയിലെയും മസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് കോട്ടൺ. പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്നതാണ്. ഈ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹാൻഡ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഹാൻഡ് കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സ്ക്രീൻ പ്രിന്റിങ്ങിന്റെ അല്ലെങ്കിൽ മെഷീനും കൊണ്ടുള്ള പ്രിന്റിങ്ങിന്റെ അത്രയും പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ. ഇത് അവർ കൈ കൊണ്ട് 10 മീറ്റർ കട്ടിൽ അവർ കൈ കൊണ്ട് ചെയ്തെടുക്കുന്ന പ്രിന്റുകളാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന്റെ റേറ്റും കൂടുതൽ, ആ ഒരു ഫിനിഷ് ഇല്ലാത്തത്. ആ ഒരു ഫിനിഷിങ് ഇല്ലാത്തതാണ് ഇതിന്റെ ഭംഗി കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ആണ്. എക്സാക്റ്റ് ഒരു മസ്റ്റാർഡ് യെല്ലോ, അതിലേക്ക് ബ്രൗൺ കളർ, ലൈറ്റ് ഒരു ബ്രൗൺ കളറിലുള്ള ഫ്ലോറൽ പ്രിന്റ്സ് ആണ് പോകുന്നത്. ഇങ്ങനെ വരുന്നു. ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത്. നല്ല രസമുള്ള, നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ്, ഒരു വലിയ പ്രിന്റാണ്. ഒരുപാട് വലുതല്ല, എന്നാലും ഒരു വലിയ പ്രിന്റാണ്. ഫ്ലോറൽ പ്രിന്റാണ് വരുന്നത്. മസ്റ്റാർഡ് യെല്ലോ വിത്ത് ബ്രൗൺ കളർ. ഈ ബ്രൗൺ കളർ ബോട്ടമിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. 220 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ബോട്ടം പോലെ സെറ്റ് ചെയ്യാം. ഇതും സെയിം പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് തന്നെ ചെയ്തേക്കുന്നതാണ്. ഇതൊരു സ്ട്രൈപ്സിൻ്റെ ഡിസൈനാണ്. പക്ഷേ ഇത് ടോപ്പായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാവും കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി ഭംഗി ടോപ്പിന് തന്നെ ആയിരിക്കും. നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കിൽ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് തന്നെയാണ്. വേണമെങ്കിൽ നിങ്ങൾക്കിത് ബോട്ടവും ടോപ്പും അങ്ങനെയും സെറ്റ് ചെയ്യാം, കോഡ് സെറ്റ് പോലെ ചെയ്യാം. ഇങ്ങനെ വരുന്നു. 220 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഇത് ബോട്ടമായിട്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ സ്ട്രൈപ്സ് വരുന്നത് കൂടുതലും എല്ലാവരും ബോട്ടമിനാണ് എടുക്കുന്നത്. പക്ഷെ ഇതൊരു പ്രത്യേകതയുള്ളൊരു മെറ്റീരിയലായിട്ട് എനിക്ക് ടോപ്പിനും നല്ലതായിട്ട് തോന്നി, അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ ടോപ്പ് ബോട്ടമായിട്ട് സെറ്റ് ചെയ്യാം. 220 per meter, 44 inches width. നെക്സ്റ്റ് വരുന്നത് ഒരു ബ്രിക്ക് റെഡ് കളർ. നല്ല രസമുള്ള ഒരു ബ്രിക്ക് റെഡ് കളറാണ് വരുന്നത്. ഇതിലേക്ക് ഇതാ നമ്മൾ ഇതിൻ്റെ യെല്ലോ ലാസ്റ്റ് ടൈം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഒരു 10 സെൻറ്റിമീറ്റർ പോലെയാണ് നമുക്ക് സോൾഡ് ഔട്ട് ആയതാണ്. അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ്. ആ യെല്ലോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ വരും. ഇത് വരുന്ന ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡാണ്.
നല്ലൊരു ബ്രൈറ്റ് റെഡും അല്ല ഡള്ളും അല്ലാത്തൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡ്. സെയിം ലാസ്റ്റ് വീക്കിൽ നമ്മൾ കാണിച്ചിട്ട് ഉണ്ടായിരുന്ന ആ ഒരു യെല്ലോയുടെ ബ്രിക്ക് റെഡ്. 220 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇതും റീസ്റ്റോക്ഡ് ആയിട്ടുള്ള ഐറ്റാണ്. നല്ലൊരു ബ്ലഡ് റെഡ് ഷെയ്ഡിലേക്ക് ഇതിന് ഒരുപാട് പേര് ആവശ്യക്കാരുണ്ടായിരുന്നു. ചെറിയ പ്രിന്റിൽ വരുന്നു. ഇങ്ങനെയാണ് വരുന്നത്. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് കോട്ടണിൽ, പ്യുവർ കോട്ടണിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് വരുന്നു. 220 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിഡ്ത്ത്. നെക്സ്റ്റ് വരുന്നത് ഒരു ഇൻഡിഗോ ഷെയ്ഡാണ്. ഇങ്ങനെ വരുന്നു ഇൻഡിഗോ ഷെയ്ഡ്. ഇതൊക്കെ നമുക്ക് വൈറ്റ് ബോട്ടമിൻ്റെ കൂടെയൊക്കെ ഈസി ആയിട്ട് പെയർ ചെയ്യാമല്ലോ. ഇത് തന്നെ ടോപ്പും ബോട്ടം കൊടുത്താലും നല്ല കോട്ട് സെറ്റ് പോലെയൊക്കെ ചെയ്യാനും കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ്. 44 ഇഞ്ചസ് വിഡ്ത്ത്, 220 പെർ മീറ്റർ. നെക്സ്റ്റ് വരുന്നത് ഷാൻഡൺ ഫാബ്രിക് ആണ്. നമ്മൾ എല്ലാ വീഡിയോസിലും കാണിക്കാറുള്ളതാണ്. ഡൈബിൾ ആയിട്ടുള്ള ഷാൻഡൺ ഫാബ്രിക്. നമുക്കിത് ഡൈ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ ഷെയ്ഡിലേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും മഷ്റൂം സിൽക്കിനെ ഞാൻ ആദ്യം കാണിച്ചതായിട്ട് ഏതെങ്കിലും ഒക്കെ കളർ ചെയ്ത് ഡൈ ചെയ്തെടുക്കണമെങ്കിൽ ആ സെയിം എക്സാക്റ്റ് ആ ഷെയ്ഡിലേക്ക് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഈ ഫാബ്രിക് ആയിരിക്കും നമ്മൾ ഡൈ ചെയ്ത് തരുന്നത് കേട്ടോ. ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 105 ആണ്. നമുക്ക് നോർമലി ഒരു ബോട്ടം ചെയ്യാനായിട്ട് 2 meters ആണ് വേണ്ടത്. നിങ്ങൾക്ക് വൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വൈറ്റ് ബോട്ടം ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. വൈറ്റ് ചെയ്യുമ്പോൾ ലൈനിങ് ഇടുമായിരിക്കും ബെറ്റർ. ബിക്കോസ് കണ്ടോ ഇത്രയും ഒരു തിക്നെസ് ആണ് ഇതിനുള്ളത്. അപ്പോൾ വൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ക്രേപ്പിൻ്റെ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ഉള്ള മെറ്റീരിയലാണ്. ഞാൻ കുറേ നാളുകളായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു ബോട്ടത്തിൻ്റെ ലേസൊക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ പെൻസിൽ ബോട്ടം വൈറ്റ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു ഫാബ്രിക്കാണ്. അങ്ങനെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഡൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഷെയ്ഡിലേക്ക് ചെയ്ത് തരണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ മഷ്റൂം സിൽക്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് പേര് അങ്ങനെ ഫുൾ സെറ്റ് ചെയ്തെടുക്കാറുണ്ട് ഈ ഒരു ബോട്ടവും ദുപ്പട്ടയായിട്ട്. ദുപ്പട്ട വരുന്ന ഒരുപാട് പേര് ആവശ്യക്കാരായിട്ടുള്ള ദുപ്പട്ട, ഡൈയബിൾ നമ്മുടെ വൈറ്റ് ദുപ്പട്ട പുതിയൊരു ഡിസൈനിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഡൈയബിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഇത്. ഇതിലേക്ക് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. സെൻറ്റർ പോർഷനിൽ ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ, ഒരു തിക്കായിട്ടുള്ളൊരു ക്രോഷോ ലേസും കൊണ്ടുള്ളൊരു വർക്ക് സെൻറ്റർ പോർഷനിലായിട്ട് വരുന്നു. ഒറ്റ സ്ഥലത്തുള്ളൂ കേട്ടോ ആ ഒരു വർക്ക്. ആൻഡ് സൈഡിലായിട്ട് ഇതാ ഇങ്ങനത്തെ 4 സൈഡ്സിലും ഇതുപോലത്തെ ചെറിയ ലേസാണ് പോകുന്നത്. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. നമുക്കിത് വൈറ്റ് ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്യാം. ഡൈ ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഷെയ്ഡിലേക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ ഒരു ദുപ്പട്ടയാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു ഇതിൻ്റെ ഒരു വർക്ക്. ഇങ്ങനെയാണ് വരുന്നത്. നമ്മളിങ്ങനെ 1 layer ഒക്കെ ഇടുമ്പോൾ ഇങ്ങനെ കിടക്കും. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത് 600 ആണ് ദുപ്പട്ടയുടെ റേറ്റ്. ഇത് നോർമലി നിങ്ങൾ വൈറ്റ് ദുപ്പട്ടയായിട്ട് ഇത് കമ്പയർ ചെയ്യരുത് ഇതിൻ്റെ റേറ്റ് അനുസരിച്ച്. ബിക്കോസ് ഇത് ഡൈയബിൾ ആണ്. ഡൈയബിൾ നിങ്ങൾക്ക് ഈ റേറ്റിന് ഒരിടത്തുനിന്നും, ഈ സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരിടത്തുനിന്നും കിട്ടത്തില്ല 600-ന്. ബിക്കോസ് ഇത് ഡൈയബിൾ ദുപ്പട്ടാസിന് ഭയങ്കര റേറ്റാണ്. അപ്പോൾ അത് നിങ്ങൾ മേടിക്കുന്നവർക്ക്, അത് അന്വേഷിച്ചെടുക്കുന്നവർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിന് ഒരുപാട് ആവശ്യക്കാരുണ്ട് എപ്പോഴും. അപ്പോൾ ഞാനിത് കുറേ പീസസ് ഞാൻ ചെയ്താണ്. ഇത് ഈ സെയിം ഡിസൈനിലായിട്ട് നമുക്ക് പല പല ഡിസൈൻസ് ആയിട്ടാണ് എപ്പോഴും വരുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഫുൾ സെറ്റ് ആയിട്ടൊക്കെ, മഷ്റൂം സിൽക്കിനാണ് ഏറ്റവും കൂടുതൽ ഫുൾ സെറ്റ് ചെയ്ത് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഷെയ്ഡിലേക്ക് ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. 600 ആണ് ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത്. ബോട്ടം പ്രൈസ് വരുന്നത് 105 ആണ് പെർ മീറ്റർ. നിങ്ങൾക്ക് ഡൈ ചെയ്തെടുക്കണമെങ്കിൽ 0.25 കൂടുതൽ എടുക്കണം കേട്ടോ. പിന്നെ ഡൈ ചെയ്യുന്ന ഫാബ്രിക്സ് വാഷബിൾ ആയിരിക്കില്ല, ഡ്രൈ വാഷ് ഒള്ളി ആണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ചിലപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ തിരക്കിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയെന്ന് വരും. അപ്പോൾ ഇത് വാഷബിൾ ആയിരിക്കത്തില്ല. ഡൈ ചെയ്ത് നമ്മൾ ഹാൻഡ് ഡൈ ചെയ്തെടുക്കുന്ന ഒരു ഫാബ്രിക്സും വാഷബിൾ ആയിരിക്കില്ല, ഡ്രൈ വാഷ് ആണ്. അത് ഓക്കെ ആയിട്ടുള്ളവർ മാത്രമാണ് കേട്ടോ ഓർഡർ ചെയ്യാമുള്ളൂ. ഇത് കണ്ടോ സെൻറ്റർ പോർഷനിൽ ഇതാ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു വർക്ക്. നിങ്ങൾ വൈറ്റ് ദുപ്പട്ടയായിട്ട് എടുക്കുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ വർക്ക് കിടക്കുന്നത്. സെൻറ്ററിലായിരിക്കും വർക്ക് വരുന്നത്. 1 layer ആയിട്ട് ഇടുവാണെങ്കിൽ വൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നീട് ഡൈ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള കളറിലേക്ക് ഡൈ ചെയ്തെടുക്കാനും പറ്റുന്ന ദുപ്പട്ടയാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. സൈഡിൽ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ലേസ് വരുന്നത്. ഒരു 1 ഇഞ്ചിലുള്ള ലേസാണ്, ക്രോഷ്യോ ലേസാണ്. 4 സൈഡ്സിലും വരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന ദുപ്പട്ട പ്രൈസ് വരുന്നത് 600. അടുത്ത വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വരുന്ന മെറ്റീരിയൽ.
നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2 ഷെയ്ഡ്സ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒരു പുതിയൊരു ഡിസൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ 2 ഷെയ്ഡ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു പീച്ചും യെല്ലോയും ഭയങ്കര ഡിമാൻഡിങ് ആയിരുന്നു നമ്മൾ ഫസ്റ്റ് ഡിസൈൻ ഇട്ടപ്പോൾ. അപ്പോൾ സെക്കൻഡ് ഡിസൈനിൽ എനിക്കിത് ഇത് കിട്ടാൻ ഇച്ചിരി ലേറ്റായി, 2 പ്രാവശ്യമായിട്ടാണ് അയച്ചത്. അപ്പോൾ അതുകൊണ്ട് ആണ് ഇത് വരുന്നത്. സെക്കൻഡ് ഡിസൈനിൽ മൈന്യൂട്ടായിട്ടുള്ള സീക്വൻസിൻ്റെ വർക്ക് കണ്ടോ, വാട്ടർ ഗോൾഡ് സീക്വൻസ് ആണ്, മൈന്യൂട്ടായിട്ടുള്ള സീക്വൻസും അതുപോലെ തന്നെ ത്രെഡിൻ്റെ വർക്കും. ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. നല്ലൊരു പൗഡർ പീച്ച് സ്റ്റോൺ ആണ് വരുന്നത്. ഇങ്ങനെ വരുന്നു, നല്ല ഭംഗിയുള്ളൊരു പീച്ച്. നല്ല കോട്ടൺ ഫാബ്രിക് ആണ്, വാഷബിൾ ആണ്, മിൽഡൈ ചെയ്ത് നമ്മൾ തന്നെ ഡിസൈൻ കൊടുത്ത് ചെയ്യിച്ചെടുത്ത മെറ്റീരിയൽ ആണ് കേട്ടോ. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ലാസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ഒരു മസ്റ്റർഡ് യെല്ലോ, ഒരു പൗഡർ യെല്ലോ എന്ന് പറയാം, അങ്ങനത്തെ ഒരു ഷെയ്ഡ്. മസ്റ്റർഡ് യെല്ലോയുടെ ലൈറ്റ് ഷെയ്ഡ് ഇങ്ങനെ വരുന്ന മെറ്റീരിയൽ. നല്ല കളറാണ് കേട്ടോ, എല്ലാ സ്കിൻ ടോൺസിനും ചേരുന്ന ഒരു ഷെയ്ഡാണ് രണ്ടും വരുന്നത്. ഇങ്ങനെ വരുന്നു. 360 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഈ 2 ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ നേരത്തെ 5 ഷെയ്ഡ്സ് ആണ് നമ്മൾ ടോട്ടലി ചെയ്തത്, അതിൽ 2 ഷെയ്ഡാണ് ഇപ്പം ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മറ്റേ ഫസ്റ്റ് നമ്മൾ കാണിച്ച ഡിസൈനിൻ്റെ ഒക്കെ പൗഡർ ബ്ലൂവും പൗഡർ ഗ്രീനും ഒക്കെ നമ്മൾ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വലിയ താമസമില്ലാണ്ട് വരും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിൻ്റെ ലിങ്ക് ചെക്ക് ചെയ്യാൻ മറക്കരുത്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.